സെറ്റ്. അപ്പൊ ഞാനേ ട്രിവാൻഡ്രത്തേക്ക് പോവാം. നല്ല തിരക്കിലായിരുന്നു. എനിക്ക് വീഡിയോ ഒന്നും പ്ലാൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പെട്ടെന്നൊരു ഓണം ഷൂട്ട് അന്നേ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാന് അതിനെട്ടി ഇറങ്ങി റെഡിയായി. ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉള്ളു. അപ്പം നാളത്തെ ഷൂട്ടിന് വേണ്ടിയുള്ള ഡ്രസ്സും അതിന്റെ സാധനങ്ങളും പിന്നെ എന്റെ ബാത്തിങ് അത് ഇത് തേങ്ങ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാനിനി ഡ്രൈവ് ചെയ്യാൻ പോവാ. വിശക്കുമ്പോ കഴിക്കാൻ റോബസ്റ്റ, ആപ്പിൾ ആൻഡ് ഒരു പേരക്കയും കൂടി ഉണ്ട്. അപ്പോ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നിനും എനിക്ക് തോന്നുന്നില്ല ടൈം കിട്ടുന്നു. പക്ഷെ ഞാന് എനിക്ക് വീഡിയോ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട്. അപ്പൊ നമ്മൾ ഇതേ പോവുകയാണ്. ഞാൻ ലൈറ്റൊക്കെ ഫാനൊക്കെ ഓഫ് ചെയ്യാം. ഓക്കെ, എല്ലാം സെറ്റല്ലേ? ഓക്കെ, ബാൽക്കണി ഡോർ അടയ്ക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ഫുൾ കിളികൾ കയറും. കുറച്ചേ അടയ്ക്കുള്ളൂ, ഇത്രയും അടയ്ക്കുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ഇടും. കുറച്ച് അടച്ചു കഴിയുമ്പോ അങ്ങനെ കുറച്ച് കാറ്റിങ്ങനെ വരും. അപ്പോ തിരിച്ച് വരുമ്പത്തേനും അല്ലെങ്കിൽ ഒരു ഫംഗൽ സ്മെൽ ഉണ്ടാവും അടഞ്ഞു കിടക്കുന്നതിന്റെ. അത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് അങ്ങനെ ഓക്കെ. എന്റെ കുളിയൊക്കെ ഞാനാണെങ്കിൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. 5 മണിക്കാണ് ഞാൻ രാവിലെ ഉറങ്ങുന്നത്. കുറച്ച് വീഡിയോസും എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് ചെറിയ പേടിയുടെ ഒരു അസ്കിതയുണ്ട്. ഞാൻ എല്ലാം എടുത്തില്ലേ? സാധാരണ അമ്മ ഇങ്ങനെ ചോദിക്കും, പുറത്തു എങ്ങനെ ദൂരയാത്രയൊക്കെ പോകുമ്പോഴേ എല്ലാം എടുത്തില്ലേ, അത് എടുത്തില്ലേ, ഇതെടുത്തില്ലേ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ആ ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ എന്തോ മറന്ന പോലെ ഇങ്ങനെ ഒരു ടെൻഷൻ. ഫോൺ ഓക്കെ, ഫോൺ എന്റെ കയ്യിലുണ്ട്. ചാർജർ ഓക്കെ, ചാർജറൊക്കെ എടുത്ത് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ഇനിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് എന്നാ സ്റ്റാർട്ട് ചെയ്യാം. വേസ്റ്റ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അവരൊന്ന് എടുത്തിട്ട് പൊയ്ക്കോളും. ഓക്കെ, താങ്ക് യു, ബൈ ഹോം, സീ യു. ഞാൻ താമസിക്കുന്ന എന്റെ ഈ ഫ്ലാറ്റ്, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എന്റെ സാധനങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഞാൻ ഇങ്ങനെ അതിനോട് വർത്താനൊക്കെ പറയും. ഇപ്പൊ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് വെൽക്കം ഒക്കെ പറയും. പിന്നെ എന്റെ സാധനമാണല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതല്ലേ ആ സാധനം. അപ്പോ എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഇതൊക്കെയാ. ഭയങ്കര വർത്താനൊക്കെ പറയും. സംടൈംസ് എനിക്ക് തന്നെ തോന്നും എനിക്ക് ഭ്രാന്താണോ. പിന്നെ കുറച്ചൊക്കെ ഭ്രാന്തില്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഭ്രാന്തായി പോകും. ഓക്കെ, അപ്പൊ ഞാൻ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. പ്രതീക്ഷിക്കുന്നു. എന്റെ മുടി കണ്ടോ, ഉണങ്ങിയിട്ടില്ല, നനഞ്ഞു കിടക്ക. അങ്ങനെ കാര്യങ്ങള്. ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്കവിടെ നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാനൊരു മൂഡ് കിട്ടുന്നില്ല. അപ്പൊ ചിലപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരു കോഫി കുടിക്കാം. ഓക്കെ, എന്റെ സാരഥി ഓണായി. ഇനി ഇവനാണ് എന്റെ എല്ലാം. അല്ലെങ്കിൽ ഇനിയെന്നല്ല കേട്ടോ, എപ്പോഴും ഇവനാണ് എന്റെ എല്ലാം. എന്റെ ബ്രോ ആണ്. എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്നെ വഴിയിലൊന്നും അങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലൊന്നും എന്നെ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വർത്താനം പറയും എന്റെ സാധനങ്ങളോടൊക്കെ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളാണിത്. എപ്പോഴും ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ. അപ്പം എന്റെ വിഷമങ്ങളും എന്റെ സന്തോഷങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ കാർ. ചെറിയ പെട്ടി ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെക്കണം. എന്റെ പൊന്നെ, എന്തേ
ഓക്കെ. ലക്കിയലിയുടെ പാട്ട് കേട്ടിട്ട് ട്രൈ ചെയ്യാം. ആയിട്ട് വിശന്നു. ഒരു കോഫി കുടിക്കാന്ന് വെച്ച് കേറിയതാ. പക്ഷെ ഇവിടെ ഫുഡ് ഊണേ ഉള്ളൂന്ന് പറഞ്ഞു. ഉടുപ്പി. അപ്പൊ ഞാൻ യാത്ര തുടരട്ടെ. എന്നിട്ട് ഞാനിപ്പോ ഈ റെസ്റ്റോറന്റിൽ കയറുന്ന സമയത്താണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരും. ബൈ.